അവരെയൊക്കെ വരാൻ പറയും. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ? അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ, കാപ്പി കുടി കഴിഞ്ഞോ? ജയ ഇവിടെ? അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അതിനിവിടെ എന്തിനു വന്നോന്നാണ് ചോദിച്ചത്. ജയക്ക് നോട്ടീസ് ഉണ്ടായിരുന്നു. എനിക്ക് നോട്ടീസ് വേണോ? ഇവിടെ ഒരു തൊഴിൽ പ്രശ്നം ചർച്ച ചെയ്യാൻ പോവാണ്. ജയക്ക് എന്താ തൊഴിൽ പ്രശ്നം? ഞാൻ വിളിച്ചോണ്ടെന്നാണ് ചെയ്ത്. ഞാൻ ഭാര്യ വീട്ടിൽ വിരുന്നിന് വന്നതല്ല, കളക്ടർ ഗസ്റ്റ് ഹൗസിൽ എൻക്വയറിക്ക് വന്നതാണ്. ജയ ആ മുറിയിൽ പോയിരിക്കൂ. ഇനി നമുക്ക് പ്രശ്നത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എനിക്കൊരു പെറ്റീഷൻ ഉണ്ട്. ഇത് രണ്ടാമത് നോക്കാം. ആദ്യത്തേത് കൊയ്ത്ത് പ്രശ്നം. മിസ്റ്റർ സേതുവിന് എന്താണ് പറയാനുള്ളത്? ആദ്യം ഞാൻ പറയാം. എന്റെ പാടം, എന്റെ കൃഷി. എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ഞാൻ കൊയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പാടത്ത് കൃഷി ചെയ്തവന് കൊയ്യാനുള്ള അവകാശവുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ ഡിമാൻഡേ ഞങ്ങൾക്കുള്ളൂ. ഇതിൽ അന്യായം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോ എനിക്ക് അവകാശമൊന്നുമില്ലേ? നിങ്ങളുടെ അവകാശമല്ലേ നെല്ല്, അത് പഞ്ചായത്തിലേക്ക് വരുന്നുണ്ടല്ലോ. ഈ പ്രാവശ്യം ഞാൻ കൊയ്ച്ചേക്കാം. അടുത്ത പ്രാവശ്യം എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ഞാൻ കൊയ്ക്കും. അടുത്ത കൊയ്ത്തിന്റെ കാര്യം കൃഷി ഇറക്കി കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ പോരെ? അതിന് ചർച്ച ചെയ്യാൻ ഈ സമയമുണ്ടല്ലോ. അപ്പോൾ ആ പ്രശ്നം തീർന്നിരിക്കും. അപ്പൊ എന്റെ നെൽപ്പുരയ്ക്ക് തീ വെച്ച പ്രശ്നമോ? അങ്ങോട്ടല്ലേ വരുന്നത്. മിസ്റ്റർ സേതുവും കൂട്ടുകാരും കൂടി ഇദ്ദേഹത്തിന് നെൽപ്പുരയ്ക്ക് തീ വെച്ചു എന്നാണ് പരാതി. ഞാനും കൂട്ടുകാരും കൂടി നിങ്ങളുടെ നെൽപ്പുരയ്ക്ക് തീ വയ്ക്കുന്നത് കണ്ടവരാരെങ്കിലും ഉണ്ട്? എന്റെ ഈശ്വരനാണ്. ഈശ്വരനെ തൊട്ട് ആണയിടാൻ വരട്ടെ. തൊട്ട് ആണയിടാൻ പറ്റിയ ഒരാളെ ഞാൻ തരാം. അയാളെ വിളിക്കും. വാച്ചുവെള്ള എന്തിനൂടെ വന്നു? അതൊക്കെ പിന്നീട് പറയും. വാച്ചുള്ള വാച്ചുപിള്ളയുടെ തലയിൽ തൊട്ട് ആണയിടുന്നു. അതിനെന്താ? ഈ എന്റെ തല തൊട്ട് തട്ടിയില്ലേ, എന്റെ തല പൊട്ടിത്തെറിച്ചു പോകും. വാച്ചുപിള്ളേ പതിരിയാക്കിന് നീങ്ങിട്ടിട്ട് നെല്ലിയാക്കാണെന്ന് പറഞ്ഞാൽ ദൈവം സമ്മതിച്ചു. അങ്ങനെ പതിരിക്കാക്കോ? അങ്ങനെ ഇത്ര വേഗം മറന്നുപോയോ? നമ്മൾ രണ്ടുപേരും കൂടെ കൂടിയല്ലേ അതെല്ലാം ചാക്കി കെട്ടിയിട്ട് നെൽപ്പരെ കൊണ്ടുവന്ന് തീ വെച്ചത്. അങ്ങനല്ലേ തീ വെച്ചത്? ഇക്കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും തീരുമാനമെടുക്കാനുണ്ടോ? നിങ്ങളുടെ കുറെ പതിവ് അത് നിങ്ങൾ കത്തിച്ചു. അത് കത്തിച്ച് കളയേണ്ടതല്ലേ? എനിക്ക് നിങ്ങളോടൊക്കെ ഒരു അപേക്ഷയുണ്ട്. സ്നേഹമായും സൗഹാർദ്ദമായും കഴിയണം. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരിക. സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ നടത്താൻ നിങ്ങളൊക്കെ സഹകരിക്കും. പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ പൊട്ടിത്തെറിക്കൊണ്ടെത്തിക്കും. ഇത് സമയമായി. ഞാൻ വരട്ടെ. പാച്ചുകളെ രക്ഷിക്കണം. എന്താ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ എന്റെ പൊടി പോലും കാണില്ല. ദേ നിക്കണ നിപ്പുണ്ടോ വെട്ടുപോത്തിനെ പോലെ? ശരി, കയറിക്കോളൂ. നിന്നേ പറ്റൂ. നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യൂ? മിസ്റ്റർ മേനോൻ സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന് പറയുന്നതിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. അതെന്താ? ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിൽ പോകാൻ അർഹതയുള്ള മറ്റാരെങ്കിലും ഉണ്ടോ? അല്ല, അതൊരു സത്യമാണ്. അത് മാത്രമല്ല, അസംബ്ലി പോയ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? കണ്ട അണ്ടനെ അറകോടനൊക്കെ പോയിട്ട് എന്താ പ്രയോജനം? വാസ്തവം വാസ്തവം. മേനോൻ സാർ ജയിച്ചാൽ നമുക്കിവിടെ ഒരു മന്ത്രിയെ കിട്ടും. മേനോൻ സാർ അസംബ്ലി പോയാൽ മന്ത്രിയാകുമെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? അച്ഛൻ മന്ത്രിയെ വന്നിട്ട് വേണം അവരെ എല്ലാം ഒരു പാഠം പഠിപ്പിക്കാൻ. അതെ. എന്നാ ശരി, നിർണയിക്കാം. തീർന്നല്ലോ. വെരി ഗുഡ്. ഇപ്പൊ എന്ത് പറയുന്നു? ഒറ്റ മനുഷ്യരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മിസ്റ്റർ മേനോനോട് എതിരിട്ട് പറയാൻ ആർക്കെങ്കിലും ഭ്രാന്തുണ്ടോ? ആരവിടെ ചോദിക്കുന്നത്? ഇത് കളക്ടർ ഓഫീസാ. നോക്കി പഠിച്ചു. എന്റെ കളക്ടർ ഉണ്ടല്ലോ, എന്റെ മകളുടെ ഭർത്താവാ. അവർക്ക് അമ്മായിയൊക്കെ എന്റെ വീട്ടില് ഓഫീസ് അവിടെ ഞാൻ പോയി കേട്ടോ സാറേ. ആളല്ലേ സംസാരിക്കുന്നത്? ഇത് ആരാണെന്നറിയാമോ? അടുത്ത MLA യാ. MLA അല്ല, MP യാ. അത് വോട്ട് കിട്ടി ജയിച്ചു വന്നാല് ഇത് കെട്ടി വെച്ച കാര്യം കിട്ടാൻ പോകുന്നില്ല. ഇത് നുള്ളിക്കോ? നുള്ളിയാളൊന്നും ഏക്കത്തില്ല സാറേ. പണ്ട് അമ്മാത്തിന് ആനപ്പുറത്ത് കയറിയെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒക്കെ കാണുമോ തായമ്പോൾ?
ഇത് കാലം മാറിപ്പോയി. 1974 November 29. എന്റെ വായു പോലും കേൾക്കണ്ട. പോയി അവിടെ എന്നെ ഞാൻ കണ്ടോളാം. നമസ്കാരം നമസ്കാരം. വന്നാലെന്താ കണക്ക് നീ പറ്റുന്നതായിട്ട് കയ്യിൽ നോമിനേറ്റ് കൊടുക്കാൻ വന്നത്. അതെ അതേ ആട്ടുണ്ടോ? ഇല്ല കൊണ്ടുപോയി സാറാ അതിനുള്ള തിന്നാൻ. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വന്നതാണ്. സമയം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. അല്പം വെയിറ്റ് ചെയ്യാൻ വിളിക്കുക. പിന്നെ അവിടെ ഏതായാലും മാധവന് തെരഞ്ഞെടുപ്പിൽ നിന്നു. നിൽക്കാൻ പാടില്ലാത്തതായിരുന്നു. പിടിച്ചിറക്കാൻ നോക്കുമോ? സേവവും നിന്നു. എനിക്ക് രണ്ടുപേരും ഉപേക്ഷിച്ചു. മാധവനാണെങ്കിൽ എന്റെ ബന്ധുവാണ്. അതുകൊണ്ട് സേതു ഇത്തവണ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എങ്ങനെങ്കിലും ആ മാധവനെ തോൽപ്പിക്കണം. 5000 രൂപ. എന്താ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു? പണമൊന്നും എടുത്തോ? പണി തുടങ്ങിച്ചോ? അല്ല, ഇത് വാങ്ങുന്നതിന് സത്യത്തിൽ ഞങ്ങൾക്ക് മടിയുണ്ട്. ഓഹോ, ഇനി ഒരു പക്ഷേ MLA ആകുമ്പോ ഞാൻ ഇതിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് എല്ലാ ശുപാർശയ്ക്കും ചെന്നാലോ എന്ന് ഭയന്നിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു എംബോക്കിയൊന്നും കേട്ടോ. അപ്പോൾ എടുത്തു. പ്രചരണം തുടങ്ങിക്കോ. പിന്നെ പ്രചരണത്തിനായിട്ട് ഞാൻ വേണ്ട ഈ അപ്പുണ്ണിയെയും അങ്ങോട്ട് ഏൽപ്പിക്കും. ഈ പ്രചരണ വിദഗ്ധന. ഞാൻ ഭയങ്കര മദ്യപാനിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതിനാ. മില്ലിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവൻ നടത്തിക്കോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തു വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ അസംബ്ലി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കർഷക തൊഴിലാളി നേതാവും ഇന്നാട്ടുകാരുടെ കണ്ണിലുണ്ണിയുമായ സേതുമാധവന് കുതിര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. സേതുമാധവന്റെ വിജയം നാട്ടുകാരുടെ വിജയം. നാട്ടുകാരുടെ വിജയം സേതുമാധവന്റെ വിജയം. ബഹുമാന്യരായ നാട്ടുകാരെ, നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ മാധവ മേനോനെതിരായി ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സേതു അവിടെ ഇരിക്കണം. എവിടുത്തുകാരനാണെന്നും എങ്ങനെയുള്ളവനാണെന്നും നമ്മൾക്കാർക്കും തന്നെ അറിയില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഞാൻ ഈ ഇലക്ഷനിൽ ജയിച്ച് അസംബ്ലിയിൽ പോയാലും ശരി, ഒരുപക്ഷേ ഞാൻ തോറ്റുപോയാലും ശരി, എന്റെ ജീവിതകാലം മുഴുവനും ഈ നാട്ടിനു വേണ്ടി, ഈ നാട്ടുകാരുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഞാൻ വിനിയോഗിക്കുവാൻ സന്നദ്ധാണ് എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വെറും ശിപായിക്ക് എന്ത് വിവരമുണ്ടാവുമെന്ന് നിങ്ങളെല്ലാം ആലോചിക്കണം. അഥവാ ജയിച്ച് അസംബ്ലിയിൽ പോയാൽ തന്നെ അമ്പരന്ന് കണ്ണു വീഴ്ചയിരിക്കാൻ മാത്രമേ അയാൾക്ക് കഴിയൂ. ഇത്തരം വിദ്യാഭ്യാസ ശൂന്യന്മാരും ദരിദ്രന്മാരും തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്റെ അച്ഛനെ പോലെയുള്ള മാന്യന്മാരെ അപമാനിക്കുന്നത് നിയമം മൂലം തടയേണ്ടതാണ് എന്നാണ് എന്റെ ബലമായ അഭിപ്രായം. കുതിരച്ചിഹ്നം നമ്മുടെ ചിഹ്നം, കുതിരച്ചിഹ്നം നമ്മുടെ ചിഹ്നം, നമ്മുടെ ചിഹ്നം കുതിരച്ചിഹ്നം. അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ട കാളനും കൂളനും പോയി ഇരിക്കാനുള്ള സ്ഥലമല്ലത്. കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്ക് പോകണം. അസംബ്ലി ആണുങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. തൊഴിലാളി വിരോധിയും കരിങ്കാലികളുടെ നേതാവും അക്രമിയുമായ മാധവമേനോനെ തോൽപ്പിക്കുക എന്നുള്ളത് കർഷകരായ നമ്മുടെ ആവശ്യമാണ്. മാധവമേനോന് മനസ്സിലൊരു ധാരണയുണ്ട്, പണം കൊണ്ട് എന്തും നേടാമെന്ന്. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ അയാളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ അന്തസ്സും അഭിമാനവും ഉള്ളവരാണ്. പണത്തിന്റെ മുമ്പിൽ തലകുനിക്കുന്നവരല്ല. ഓരോ വോട്ടും
ഇത്രയ്ക്കുള്ള പണം എവിടുന്നാണ് കിട്ടുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു ഉഗ്രൻ പ്രചരണമാണ്. അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മൾ വോട്ടേഴ്സിന് പണം കൊടുക്കുന്നു, വോട്ടേഴ്സ് അവർക്ക് പണം കൊടുക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അപകടമാണ്. ഇതിനിപ്പോഴേ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? ചെയ്യാനൊക്കെ ഉണ്ട്. പറ്റുമോ? എന്താ പറയൂ. വലിയൊരു തുക കൊടുത്ത് സേതുവിനെ പിന്മാറ്റണം. അതൊന്നും വേണ്ട. മാർഗം വേറെയുണ്ട്. എനിക്ക് മനസ്സിലായി. എന്താ? സേതു മത്സരിക്കരുത്. അതിനു മുമ്പ് അവനെ ശരിപ്പെടുത്തണം. അത് തന്നെ. അക്കാര്യം ഞങ്ങൾ